കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ലൊരു സോയ മസാല ഫ്രൈ ഉണ്ടാക്കിയാണ്. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിരുന്നു. വെള്ളം നന്നായി തിളച്ചപ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്തു. ഉപ്പ് ആഡ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന സോയ അതിലേക്കിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്ത് സോയ നല്ലതുപോലെ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് ഇതിലേക്കൊന്ന് നന്നായി വിരവി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് ഈ സോയ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് അതിലേക്ക് സോയ 2 സ്റ്റെപ്പായിട്ടിട്ട് നല്ലതുപോലെ വറുത്ത് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ മൂപ്പിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഞങ്ങൾ കറി ഉണ്ടാക്കുമ്പോഴോ മസാല ഉണ്ടാക്കുമ്പോഴോ ഫ്രൈ ഉണ്ടാക്കുമ്പോഴെല്ലാം ഇങ്ങനെ വറുത്ത് ചെയ്യുകയാണെങ്കിൽ സോയയിലേക്ക് വെള്ളം കയറില്ല. ഇതെല്ലാം ഞാൻ വറുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ പാൻ തന്നെ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ ഞാൻ 2 കുഞ്ഞ് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ചെറുതായി ഒന്ന് ബ്രൗൺ നിറമായി വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ക്യാമറ ചെറുതായി ഒന്ന് മങ്ങി, അത് അടുത്ത അടുപ്പിലിരുന്ന് അരി വേവുന്നതിൻ്റെ ആവി വന്നതാണ്. ഓക്കെ, അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യാം. തക്കാളി പേസ്റ്റും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് ഈ ഇട്ട പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റുക. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. വെള്ളവും ചേർത്ത് ഈ സവാളയെല്ലാം വേവിച്ച് ഉടച്ചെടുക്കണം. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ നന്നായി വീണ്ടും വഴറ്റിയതിന് ശേഷം ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ആ സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയയില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ആ ഇട്ട സോയയും മസാലയും എല്ലാം നല്ലതുപോലെ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വഴറ്റി നമുക്ക് ഒരിക്കൽ കൂടെ അടച്ചു വയ്ക്കേണ്ടതുണ്ട്. കാരണം ഈ മസാലയുടെ ടേസ്റ്റും എല്ലാം ഈ സോയയിൽ പിടിച്ചു വരണം. നന്നായി ഒന്ന് വഴറ്റി വീണ്ടും അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മസാലയെല്ലാം സോയയിൽ പിടിച്ച് സോയ മസാല നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട്. ഇനി എനിക്ക് നിങ്ങളടുത്തൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ ഫസ്റ്റ് നടത്തിയിരുന്ന ചാനൽ കിച്ചൂസ് കിച്ചൺ ആയിരുന്നു. ആ ചാനൽ ഞാൻ ഫോൺ വഴിയെ വീഡിയോ എടുത്ത് ഫോണിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സെറ്റ് ഹാങ് ആവാൻ തുടങ്ങി. ഞാൻ വേറെ നല്ലൊരു സെറ്റ് വാങ്ങിച്ച് അത് ആ ഫോണിലുള്ള എല്ലാം നെക്സ്റ്റ് ഫോണിലോട്ട് ഫോർവേഡ് ചെയ്തപ്പോൾ എല്ലാ ചാനലും ആപ്സുകളും കിട്ടി. എനിക്ക് കിച്ചൂസ് കിച്ചൺ യൂട്യൂബ് മാത്രം കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിത് പുതിയൊരു ചാനൽ തുടങ്ങിയതാണ്. ഈ ചാനലിൻ്റെ പേര് കിച്ചീസ് കിച്ചനാണ്. ആ ചാനൽ എനിക്ക് നഷ്ടമായത് അതിൻ്റെ പാസ്വേഡ് ഇമെയിലും മറന്നുപോയി എന്നതാണ്. പാസ്വേഡ് ഇമെയിൽ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു വിധത്തിൽ ആ ചാനൽ എനിക്ക് കിട്ടിയില്ല. കമ്പ്യൂട്ടർ സെൻറ്ററിലും മൊബൈൽ ഷോപ്പിലൊക്കെ നല്ലതുപോലെ അവർ ശ്രമിച്ചു, ബട്ട് അത് കിട്ടിയില്ല. ഇത് ഓരോ ചാനലും ഓരോ ആപ്സുകളും തുടങ്ങുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നിങ്ങളെങ്കിലും ഇമെയിലും പാസ്വേഡും എഴുതി വയ്ക്കുക. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.